ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്ന് ഞാൻ നിൽക്കുന്നത് പഴയന്നൂർ പഞ്ചായത്തിലുള്ള ഒരു സംയോജിത കർഷകന്റെ കൃഷിത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇൻട്രോ പറഞ്ഞ് അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമുക്ക് ആ കർഷകനെ പരിചയപ്പെടാം. രണ്ടുപേരും അവര് ഹസ്ബൻഡും വൈഫും കൂടിയിട്ടാണ് ഈ കൃഷിയൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നത്. ഒത്തിരി ഉണ്ട് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇൻട്രോ പറഞ്ഞിങ്ങനെ നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അവരെ വിളിക്കാം, പരിചയപ്പെടാം. അപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, ഇദ്ദേഹം തന്നെ പരിചയപ്പെടുത്തും. ചേട്ടൻ എന്ന് വിളിക്കണ്ട, ചിലപ്പോ അനിയനാണ്. ശരി, അനിയനാണ്. അപ്പൊ ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തു. എൻ്റെ പേര് ഷംസുദ്ദീൻ, വീട് കുമ്പളക്കോടാണ്, മറ്റേ പഴയന്നൂരാണ്. പിന്നെ കൃഷി ചെയ്യുന്ന സ്ഥലം കുമ്പളക്കോട് ഭജനപടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊരു 4 ഏക്കറോളം സ്ഥലങ്ങളുണ്ട്. ഇതില് കൂവയാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. പിന്നെ കൂവ, വാഴ, കൊള്ളി, ചേമ്പ്, ചേന, പിന്നെ തേനീച്ച ഉണ്ട്, പശുവുണ്ട്, മീനുണ്ട്. എല്ലാം കൂടിയിട്ട് കൃഷി ചെയ്യുന്നതാണ്. എല്ലാം കൂടി ഒരു സംയോജിത കൃഷിയാണ് ഇവിടെ. ഒത്തിരി കാണാനുണ്ട്, നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് ഷംസുദ്ദീന്റെ അടുത്തുനിന്ന്. അപ്പൊ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി കാണാം. വിഷയത്തിലേക്ക് കിടക്കാം. അദ്ദേഹത്തിന്റെ വൈഫ് ഇവിടെ ഉണ്ട്. വൈഫിനെയും കൂടി ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഷെബീന എന്നാണ്. ഞങ്ങൾ ഇവിടെ രണ്ടാളും കൂടിയാണ് കൃഷിയെല്ലാം ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഈ സംഘകൃഷിയായിട്ട് 4 പേർ ചേർന്ന് കുടുംബശ്രീന്റെ ഇതിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് ചെയ്തിരുന്നത്. എല്ലാ കാര്യത്തിനും, തേനീച്ചയ്ക്കായാലും മീനിന്റെ ഇതിനായാലും എല്ലാത്തിനും അവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട്. അപ്പൊ നമുക്ക് കൃഷി അങ്ങോട്ട് നടന്ന് കാണാം അല്ലേ? കൂടുതൽ വിവരങ്ങളോ അറിവുകളൊക്കെ നമുക്ക് ഇവിടെ ഇദ്ദേഹത്തിന്റെ നിന്ന് കിട്ടേണ്ടതായിട്ടുണ്ട്. വളപ്രയോഗങ്ങളായാലും കൃഷിയായാലും ഇതേ കൂവയൊക്കെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും കൂവയൊന്നും ഒരിക്കലും ഉണ്ടായി നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അത്രയ്ക്കധികം കൂവയുണ്ട്. അതിന്റെ ഇടയിൽ ഇതാ കവുങ്ങ്, ഇതിന്റെ ഇടയിലൊക്കെ ഇനി വാഴയ്ക്കല്ലേ? വാഴയ്ക്ക് എത്ര അടി താഴ്ചയിലാണ് കുഴി ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരടി താഴ്ചയിൽ മതി. എന്ത് വാഴ വെക്കാനാണ്? നേന്ത്രവാഴയാണ്. പക്ഷെ ഇതിൽ വെള്ളം നിൽക്കുന്ന കാരണം അടിയിൽ വെള്ളം നിൽക്കും. നമ്മൾ പൊക്കി വെച്ചിട്ട് ഏരിയ മേലേക്ക് പൊക്കി കയറ്റുള്ളൂ. ഇപ്പൊ ഇതൊരു ഏരി കൂട്ടിയിട്ടാണോ മുകളില്? ഇപ്പൊ വേനലായ കാരണം ഇപ്പൊ താഴ്ത്തിട്ടാ വെക്കുന്നത്. അത് കഴിഞ്ഞ് മഴക്കാലമായി വരുമ്പോഴത്തേനും വെട്ടി മൂടി വിടും. എല്ലാം റെഡി ആയിട്ട് വരും. അപ്പൊ ഈ ഒരടി താഴ്ചയിൽ നേന്ത്രവാഴ വെച്ച് കഴിഞ്ഞാല് അതിന്റെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ? 6-7 വർഷമായി. അതെ അല്ലെ? വന്നിട്ടില്ല. അപ്പൊ ഈ വാഴ നിൽക്കുന്ന ഇതേപോലെ വെച്ച വാഴകൾ അങ്ങേ സൈഡിലുണ്ട്, കാണാൻ പറ്റും. അപ്പൊ മനസ്സിലായല്ലോ. സാധാരണഗതിയിൽ 2 അടി താഴ്ചയൊക്കെയാണ് നേന്ത്രവാഴ കൃഷിക്ക് നമ്മൾ കുഴി എടുക്കാറുള്ളത്. ഇത് 1 അടി താഴ്ചയിൽ കുഴി എടുത്തതിൽ കുമ്മായാണോ ഇട്ടുള്ളത്? ഡോളോമൈറ്റ് ഇട്ടുണ്ട്. അപ്പൊ കാൽസ്യം മഗ്നീഷ്യം കൂടി ഇതിൽ ആഡ് ആയിട്ടുണ്ട്. എത്ര ദിവസം ഇതിങ്ങനെ ഇടും? ഇല്ല, പണിക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. ഞാൻ അന്ന് തന്നെ വെക്കാറ പതിവ്. പണിക്കാരൊന്നും ഇല്ലാത്ത കാരണം ലേറ്റ് ആയിട്ടുള്ളതാണ്. അന്ന് തന്നെ വെച്ചാലും കുഴപ്പമില്ല, നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അധികം കുഴി കുത്തിയിട്ട് നേന്ത്രവാഴയ്ക്ക്, ഞാനൊക്കെ നേന്ത്രവാഴ കൃഷി ചെയ്യാൻ മടിക്കാവുന്ന ഒരു കാര്യം, വല്ലാത്ത കുഴികൾ ഉണ്ടാക്കണം. അതിലൊരുപാട് അതിന് കുമ്മായം മറ്റ് പച്ചില വളങ്ങളും എല്ലാം ഇട്ട് ട്രീറ്റ് ചെയ്തിട്ട് മണ്ണിനിടണം. പിന്നീട് അത് കളയ്ക്കണം, അത് ഊണ് കൊടുക്കണം. അതൊക്കെയാണ് എല്ലാവരുടെയും വിഷമം. പക്ഷെ ഇത് 1 അടി താഴ്ചയിൽ നമുക്കൊരു വീട്ടാവശ്യത്തിനുള്ള ഓണത്തിന് ഒരു കൊല വെട്ടണമെങ്കിൽ 2 നേന്ത്രവാഴ വെക്കാൻ ഈസിയാണ്. 1 അടി താഴ്ചയിലാണ് കുഴി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാ ഒരു സെക്ഷനില് വാഴ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു കുഴിക്കകത്ത് 2 വാഴക്കന്നുകളാണ് വെച്ചിട്ടുള്ളത്. ചെയ്യാൻ പോണത് ഒരു കുഴിയിൽ 2 വാഴ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അത് ഫസ്റ്റ് ചെയ്തത് പരീക്ഷണം വെച്ച് വാഴക്ക് ഉഷാർ കുറവോ ഒന്നും വന്നിട്ടില്ല. ഞാൻ മുന്നേ ചെയ്ത വാഴയാണ് നിൽക്കുന്നത്. ഏകദേശം 7 മാസത്തോളമായി. 2 വാഴ വെച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കുഴപ്പമില്ല. പിന്നെ ഒരു പട്ട കരിച്ചിലുണ്ട്, അതൊരു കേടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മരുന്ന് അടിച്ചിട്ടുണ്ട്, ജൈവമരുന്നൊക്കെ അടിച്ചിട്ടുണ്ട്. അത് ഏകദേശം കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല വാഴകൾ. അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു 10-800ഓളം വാഴകൾ ഈ 2 എണ്ണം വെച്ചിട്ട് തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കൂടെ നമ്മൾ വന്നതിന് ശേഷം ഇവിടുത്തെ കുടുംബശ്രീ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, പിന്നെ ബ്ലോക്ക് കോർഡിനേറ്റർ 3 പേരും ഇവിടെ വന്നിട്ടുണ്ട്. കൃഷിഭവനും കൃഷി ഓഫീസറെ നയന മാഡത്തിൽ നിന്നൊരു പ്രോഗ്രാം ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട്. അതിന് കാരണം വരില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു, വരാൻ പറ്റില്ല എന്ന്.
എന്നാൽ ഇവരൊക്കെ ഇവിടെ നിറ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതിനോടൊപ്പം ഇവർക്ക് കൃഷിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം നൽകുന്നുണ്ട്. വേണ്ട വിധം എല്ലാ സഹായ സഹകരണങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവരെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ഞാൻ ചെയർപേഴ്സൺ രശ്മി. ഞങ്ങളുടെ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ തന്നെ JLG ഗ്രൂപ്പായിട്ടുള്ള സംഘഗ്രൂപ്പാണ്. അതിലത്തെ ഒരു അംഗമാണ് ഷെബീന. നമ്മുടെ കുടുംബശ്രീ വഴിയുള്ള ലോണുകളുമായിട്ടും അത് സബ്സിഡി ആയിട്ടും ഞങ്ങൾ അനുവദിക്കുന്നുണ്ട് അവർക്ക്. അവർ നല്ല രീതിയിൽ കൃഷിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വൈസ് ചെയർപേഴ്സൺ ആണ്. പിന്നെ ബ്ലോക്ക് കോർഡിനേറ്റർ ഉമൈബ. കുടുംബശ്രീയുടെ ഭാഗത്തുനിന്ന് ഈ അനുഗ്രഹ JLG ഗ്രൂപ്പിലെ മെമ്പറായ ഷെബീനയ്ക്ക് എല്ലാ സപ്പോർട്ടും കുടുംബശ്രീയുടെ ഭാഗത്തുനിന്ന് കൊടുക്കാറുണ്ട്. നമ്മൾ പഴയന്നൂർ CDS വളരെയധികം സപ്പോർട്ട് ഈ JLG ഗ്രൂപ്പിന് നൽകാറുണ്ട്. കാരണം സംയോജിത കൃഷി ചെയ്യുന്ന ഒരു JLG ഗ്രൂപ്പാണിത്. അപ്പോൾ നമുക്ക് ABV പറഞ്ഞിട്ടുള്ള ഒരു തേനിൻ്റെ മൂല്യവർദ്ധിത യൂണിറ്റ് അവർക്ക് നമ്മൾ സബ്സിഡി കൊടുക്കാനായിട്ട് സാധിച്ചു. ഒരു 25,000 രൂപ സബ്സിഡി കൊടുത്തു നമ്മൾ. പിന്നെ നമ്മൾ JLGകൾക്ക് എല്ലാ സപ്പോർട്ടും, അതായത് ലോണായിട്ടും ഇൻസെൻറ്റീവ് ഇൻട്രസ്റ്റ് സബ്സിഡി ആയിട്ടും നമ്മളെല്ലാ സപ്പോർട്ടും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ആണ്. എൻ്റെ പേര് ഗീതാ നാരായണൻ. ഇവർ അനുഗ്രഹ JLGയുടെ മെമ്പറാണ്. പക്ഷെ നല്ലൊരു കൃഷിയിടങ്ങളിൽ വന്ന് നല്ലൊരു കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. തേനീച്ച ഇതൊന്ന് നോക്കി, എത്ര ഭംഗിയില ആരോ റൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത് നോക്കി നോക്കി. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ആരോ റൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. അതും എന്തൊരു ഭംഗിയായി ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ. അതും കൃഷിത്തോട്ടം നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ചപ്പു ചവറുകളോ ഒന്നും ഇതിനകത്തില്ല. നല്ല ഭംഗി, നീറ്റായിട്ടാണ് ഇരിക്കുന്നത് കൃഷിത്തോട്ടം. അതുപോലെ കുറച്ചൊന്നല്ല കേട്ടോ ഈ കൂവ പരന്ന് നിൽക്കുന്നത്. ഒത്തിരി ഉണ്ടെന്ന്, ഒത്തിരി നടന്ന് കാണാനായിട്ടുണ്ട്. ഇതിനകത്ത് വാഴയുണ്ട്, അതുപോലെ തന്നെ ചേമ്പ്, ചേന, കിഴങ്ങ് വർഗ വിളകളെല്ലാം ഇതിനകത്ത് നട്ടിട്ടുണ്ട്. കൂവയുടെ കപ്പത്തോട്ടം കണ്ടില്ലേ? നല്ല മനോഹരമായ കപ്പത്തോട്ടം. ഇതൊന്നല്ല കേട്ടോ, കുറെ ഉണ്ട് ഇവിടെ കൃഷി. കൂടുതലൊന്നും എനിക്ക് ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്ത അത്രമാത്രം ഉണ്ട് ഈ കർഷകന്റെ കൃഷി ഇവിടെ. ഈ കുളം നിൽക്കുന്നത് എത്ര സ്ഥലത്താണ്, എത്ര സെന്റ് സ്ഥലത്താണ് കുളം അറിയോ? ഇതൊരു 10 സെന്റ് സ്ഥലം ഉണ്ടാവും കുളം കുളം നിൽക്കുന്നത്. നിൽക്കുന്നത്. ഇപ്പൊ എന്തൊക്കെ മത്സ്യങ്ങളാണ് ഇതിൽ വളർത്തണേ? ഇതില് സിൽവർ ആവോലി എന്ന് പറഞ്ഞ മീനുണ്ട്. പിന്നെ കട്ട്ള, റൂഹ്, ബ്രാല്, അതുപോലെ പിന്നെ വാള. ഇതൊക്കെ നമ്മൾ എത്ര വർഷത്തിലാണോ? 6 മാസം കൂടുമ്പോ? ഞാൻ വർഷത്തിലാണ് പിടിക്കുക. അപ്പൊ ഈ വെള്ളം വറ്റിക്കോ അതോ വറ്റാറുണ്ടോ? വെള്ളം വറ്റാറില്ല. ഏകദേശം താന്ന് അരക്കൊപ്പായി കണ്ടു കഴിഞ്ഞാൽ വല ഇട്ടിട്ട് പിടിക്കുക ചെയ്യാം. ഇതില് ഇപ്പൊ ഈ പറഞ്ഞതിൽ ഏറ്റവും ടേസ്റ്റ് കൂടിയ മീൻ ഏതാ? ടേസ്റ്റ് കൂടിയ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് സിലോപ്പിയും സിൽവർ ആവോലിയാണ്. സിൽവർ ആവോലി ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ള മീന്. ഈ മീനുകൾക്ക് മീൻ തീറ്റയാണോ കൊടുക്കുന്നത് അതോ വേറെ എന്തെങ്കിലും ആണോ? ഇതിന് ഞാൻ മീൻ തീറ്റ കൊടുത്തിട്ടില്ല ഇതുവരെ. നമ്മുടെ കൃഷി ചെയ്യുന്ന അതിലുള്ള ഇലകളാണ് കൂടുതൽ കൊടുക്കാറ്. കൊള്ളിയുടെ ഇല, ചേനയുടെ ഇല, പിന്നെ ചേമ്പിന്റെ ഇല, അതേപോലെ വാഴയുടെ മാണി, പിണ്ടി, അതെല്ലാം കൂടി വെട്ടിട്ട് കൊടുക്കുക ചെയ്യാറ്. അപ്പൊ കേട്ടല്ലോ, നമ്മള് മീൻ വളർത്തുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, മീനിന് ഒരുപാട് നല്ല എക്സ്പെൻസീവ് ആണ് മീൻ വളർത്താൻ എന്ന് പറയുമ്പോൾ. ഒത്തിരി തീറ്റ വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെ അതൊന്നും കൊടുക്കാതെ ഈ നമ്മുടെ തോട്ടത്തിലുള്ള സാധനങ്ങൾ തന്നെ കൊടുത്ത് വളർത്തുന്നതാണ് ഇവിടുത്തെ മത്സ്യത്തിന്. അപ്പൊ കുറച്ചും കൂടി അതിനൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വെള്ളം ഒട്ടും മലിനമാവൂല. നല്ല വെള്ളം കാണുമ്പോ ഒന്ന് ഇറങ്ങി നമുക്ക് കുളിക്കാൻ തോന്നും. അത്രയ്ക്കും രസമായിട്ട് കുളിക്കാറുണ്ട്. അതെ അല്ലെ? കുളിക്കുന്ന കുളമാണ്, ഒരു കുഴപ്പമില്ല. അതവിടെ പടവൊക്കെ ഉണ്ട്, അതിൽ ഇറങ്ങി കുളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയധികം മീനും ഉണ്ട്. മീനിനെ തീറ്റയായിട്ട് നമ്മുടെ തോട്ടത്തിലുള്ള സാധനങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. തേനീച്ചപ്പെട്ടികളാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. എത്ര തേനീച്ചപ്പെട്ടി? എനിക്ക് ഒരു 10-30 തേനീച്ചപ്പെട്ടികളുണ്ട്. 30 തേനീച്ചപ്പെട്ടിയുണ്ട്. അതിൽ റബ്ബറിന്റെ തേനായിരിക്കൂല്ലേ? ഇവിടുത്തെ പ്രത്യേകത ഞാൻ റബ്ബറിന്റെ അല്ല കൂടുതൽ വരുന്നത്. നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡ് കാടാണ്. കാട് സൈഡിൽ നിന്നാണ് കൂടുതൽ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് വ്യത്യാസം ഉള്ളത്. അതാണ് തന്നെയാണ്. തേനീച്ചയുടെ നമ്മൾ പെട്ടിയുടെ ബാക്കിൽ നിന്നിട്ട് നമ്മൾ ഇത് കെട്ടഴിക്കണം. തേനീച്ചയുടെ കവാടത്തിന് മുന്നിൽ നിന്നിട്ട് ഒരിക്കലും കെട്ടഴിക്കാൻ പാടില്ല. ഒരു
സൈഡ് ഭാഗത്ത് നിന്നിട്ട് സൈഡ് അതായത് നമ്മൾ ഈ ബാക്കിൽ നിന്നിട്ട് ചെയ്യണം. അവര് പോക്കുവരവിന് തടസ്സം ഉണ്ടാക്കരുത്. ഇത് പെട്ടി നോക്കാൻ നേരം വൈകിട്ടുണ്ട്. ഇവര് തേനീച്ചയിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന ഒരു വെറൈറ്റി ക്രീമാണിത്. ഇവരെ തന്നെ പ്രൊഡക്ഷൻ ആണ് അല്ലെ? പ്രൊഡക്ഷൻ ഇവര് തന്നെ ഉണ്ടാക്കുന്ന ക്രീമാണ്. 100% എന്താ പറയാ, പ്യുവർ ആയിട്ടുള്ളതാണ്. ഇതിൽ കെമിക്കലോ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾക്ക് വിശ്വസിച്ച് മുഖത്തും മേലും ഒക്കെ പരട്ടാൻ പറ്റുന്ന ഒരു ക്രീമാണ്. അപ്പോ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇവര് പറയുമോന്ന് എനിക്കറിയില്ല. എന്നാലും ഇതിന്റെ വിശദ വിവരങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. പറയൂ. ഇത് നമ്മള് തേനെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആ തേനിന്റെ സമയം കഴിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ മെഴുകുണ്ടാവും. തേനെടുക്കണ മെഴുകുണ്ടാവും. ആ മെഴുക് നമ്മൾ ഉരുക്കി പ്രോസസ്സ് ചെയ്ത് അതിന് നമ്മൾ കട്ടി രൂപത്തിൽ മെഴുകാക്കി നമ്മൾ എടുക്കും. അത് ആ മെഴുക് കിട്ടണമെന്നുണ്ടെങ്കിൽ 4-5 വട്ടം പ്രോസസ്സ് ചെയ്യണം. ആ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഫേർ മെഴുകായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മെഴുകിനെ ക്രീം ആക്കണം എന്നുണ്ടെങ്കിൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 250 മെഴുക് വേണം എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ക്രീം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 250 മെഴുക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രീം ഉണ്ടാക്കുന്നത്. അത് നാച്ചുറല് ഉള്ള വെളിച്ചെണ്ണ ആയിരിക്കണം. നമ്മൾ മില്ലിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ വാങ്ങാറ്. അത് ഉണ്ടാക്കിയിട്ടാണ് അത് ഒരു മണത്തിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു പെർഫ്യൂം, നല്ല ക്വാളിറ്റി ഉള്ള പെർഫ്യൂം നമ്മൾ ഉപയോഗിക്കും, ആഡ് ചെയ്യും. പക്ഷെ ഈ ക്രീം നമുക്ക് പ്രസവിച്ച കുട്ടികൾക്ക് പോലും നമുക്ക് ഉപയോഗിക്കാം. അതായത് നമുക്ക് മൊളിച്ചലിന് ഉപയോഗിക്കാം. വിണ്ട് കീറുന്നതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മൊളിച്ചൽ എന്ന് പറയുന്ന സംഭവം അറിയില്ലേ? മൊരി, മേലൊക്കെ മൊരി ഉണ്ടാവണേനാണ് പറയണത് മൊളിച്ചലിന്. പിന്നെ ചേറുകടിക്ക് നമ്മള് വളംകടിക്ക് ഉപയോഗിക്കാം. അതിൽ വിണ്ട് പൊട്ടലിന് ഉപയോഗിക്കാം. പിന്നെ മേലില് നമുക്ക് വലിച്ചല് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാം. അതേപോലെ ചുണ്ട് പൊട്ടുന്നതിന് ഉപയോഗിക്കാം. ഇതിനെല്ലാം നമുക്ക് ഇതിന് ഉപയോഗിക്കാം. പക്ഷെ ഇതെല്ലാരും ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മള് ഇങ്ങനെ ചെയ്യണ കണ്ടിട്ട് കുടുംബശ്രീ മുഖേന നമ്മൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തതാണ്. അങ്ങനെ അവര് അവിടെ തന്നെയാണ് കൂടുതൽ സെയിൽ ചെയ്തത്. സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ ഇതിന്റെ? ഉണ്ട്. അത് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലോക്കിൽ പോയിട്ട് നമ്മൾ അത് എടുക്കണം. അത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. പക്ഷെ വിപണിയിൽ കടകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഗ്രാമങ്ങളില് ബിസിനസ് നടക്കുന്നത് ഇപ്പൊ ഇവരുടെ കൃഷിഭവൻ മുഖാന്തരവും കുടുംബശ്രീ മുഖാന്തരവും അതുപോലെ തന്നെ ഇവരെ കോണ്ടാക്ട്സ് ഉള്ള എല്ലാ ആളുകളും മുഖാന്തരമാണ് ഇതിന്റെ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നും നമ്മൾക്ക് കേരളത്തിന്റെ പുറത്ത് അതായത് ഇന്ത്യ, ലോകമെമ്പാടും ഈ പ്രോഡക്റ്റ് വരും എന്നാണ് എന്റെ വിശ്വാസം. അല്ലെ? വരുത്തണം. പശുക്കളെ ഇവിടുത്തെ കൃഷിക്ക് ആവശ്യമായ വളം, അതുപോലെ തന്നെ പശുവിന്റെ മൂത്രം, എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ. അത് നാടൻ പശുവാണ്, വെച്ചൂരി പശു അല്ലേ? അതാണ് ഈ നിൽക്കുന്നത്. എത്ര പശുണ്ട്? മൊത്തം കുട്ടികൾ കൂടി 3 പശുക്കളുണ്ട്. അപ്പോ ഇതിന്റെ ചാണകവും മൂത്രവും ഒക്കെയാണ് കൃഷിക്ക് ആവശ്യമായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. പിന്നെന്താ പറയാറുള്ളത്? ഇതിന്റെ പാല് നമുക്ക് ക്വാളിറ്റി കൂടിയതാണ്. മറ്റേ പശുവിന്റെ പാലിനായിട്ട് നല്ല പാലാണ്. പക്ഷെ പശുവിന് മാക്സിമം അവർ പറയുന്നത് 2.5 ലിറ്ററാണ് ഈ വെച്ചൂരി പശുവിന്റെ പാല്. പക്ഷെ നമ്മളിവിടെ രാവിലെ 1.5 ലിറ്ററോളം കറക്കുന്നുണ്ട്. ബാക്കി കുട്ടിക്ക് വിട്ടു കൊടുക്കുന്നതാണ്. പിന്നെ രണ്ടാമത് എന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞാൽ 1/2 ലിറ്ററോളം പാല് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഇപ്പൊ ഈ കുട്ടി വന്ന് മുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്കാറില്ല. ആദ്യം 2 ദിവസം കറന്നു, പിന്നെ കറക്കാറില്ല. പിന്നെ രണ്ടാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാണകം, ഇത് മറ്റേ ചാണകത്തിനായിട്ടും കൂടുതൽ പവർ കൂടുതലാണ്. ഇത് നമ്മൾ പുളിപ്പിക്കാന്നുണ്ടെങ്കിലും മറ്റേ കപ്പ് 1 കപ്പ് എടുക്കുമ്പോൾ ഇത് 1/2 കപ്പ് എടുത്തിട്ടാണ് 5 ലിറ്റർ വെള്ളത്തിൽ കലക്കാൻ പറ്റും. അത്രയും പവർ ഉണ്ട്. അതേപോലെ വെച്ചൂരി പശുവിന്റെ മൂത്രത്തിനും അതേപോലെ നല്ല പവർ കൂടിയതാണ്. ഇത് വെച്ചിട്ട് ഈ ജീവാമൃതം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ആവശ്യമുള്ള ഇതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇത് കൃഷിക്ക് വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ചാണകം ഇത് തേയില്ല. അപ്പൊ പുറമെന്നുള്ള ചാണകം കൂടി എടുക്കും. പക്ഷെ അതിനായിട്ട് നമുക്ക് ഗുണം തോന്നുന്നത് നമ്മുടെ ഈ വെച്ചൂരി പശുവിന്റെ ഇതാണ്. പിന്നെ ഇതിന് ചെലവ് കുറവാണ്. നമുക്ക് അധികം മറ്റുള്ള പശുവിന്റെ പോലെ തീറ്റ കാൽച്ച് അങ്ങനെ ഒന്നുമില്ല. നാച്ചുറൽ ഭക്ഷണമാണ്. പച്ച പുല്ലും അതുപോലെ കഞ്ഞിവെള്ളമാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ പച്ചവെള്ളം. വേറെ തീറ്റ എന്ന് പറഞ്ഞ കാലിത്തീറ്റകളോ ഒന്നും കൊടുക്കാറില്ല. അത് കാരണം ആ പാലിന്
നല്ല ക്വാളിറ്റിയാണ്. ഇവരെ പാല് പുറത്ത് കൊടുക്കാറുണ്ടോ അതോ നമ്മൾ കുടിക്കുവോ? പുറത്ത് കൊടുക്കാറില്ല. 1.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ അടുത്തൊരു വീടുണ്ട്, അവർക്ക് ഒരു 1/2 ലിറ്റർ മാത്രം കൊടുക്കും. ബാക്കി നമ്മള് ബാക്കി കുടിക്കും. നമ്മൾ തന്നെ വെറുതെ ഉപയോഗിക്കും. അല്ല അങ്ങനെ സുന്ദരനായിട്ട് ഒക്കെ ഇരിക്കണത്. വെച്ചൂരി പശുവിന്റെ പാലൊക്കെ കുടിക്കുന്നതിന്റെ ഗുണം ഉണ്ട് കേട്ടോ രണ്ടാൾക്ക് എന്തായാലും. അപ്പൊ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാ? കുട്ടികളെല്ലാം എന്റെ വീട്ടിലാണുള്ളത്. അതെവിടെയാ? അത് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്, വെന്നൂര് എന്ന് പറയും. അപ്പൊ അവര് അവിടെ എന്റെ ഉമ്മയും വാപ്പിയുണ്ട്, അവരെ കൂടെയാണ് അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ സ്കൂളിൽ പോകാനൊക്കെ ഉമ്മേനെ പറഞ്ഞു വിടുന്നത്. ഞങ്ങൾ 2 ദിവസം കൂടുമ്പോ വീട്ടിൽ പോകും. കൃഷിക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ജീവിതം ഒഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതെ, അതെ, കൃഷിക്ക് വേണ്ടിയിട്ട് അവർ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അല്ലേ? സന്തോഷം. അതെ, എത്ര ഇപ്പൊ ഈ ഒരു വർഷം നമ്മൾ എന്തൊക്കെ സാധനങ്ങള് പ്രൊഡക്ഷൻ ഉണ്ട് ഇവിടെ, എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? നമ്മള് ഇത് മറ്റുള്ള കൃഷിയെ പോലെയല്ല, ഇത് കൊല്ല കൃഷി എന്ന് പറയാനേ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളിയുണ്ട്, അതേപോലെ കൂവയാണ്, അതേപോലെ വാഴ, ചേമ്പ്, ചേന, ഇതെല്ലാം നമ്മൾ ഒരു 6 മാസം അല്ല 7 മാസത്തിന്റെ ഇടവേളയാണ്. വാഴ, കൂവ എന്ന് പറയുമ്പോൾ വാഴ ചിലപ്പോ 12 മാസം പിടിക്കുന്ന വാഴയുണ്ട്, ചിലത് 14 മാസം പിടിക്കുന്ന വാഴയുണ്ട്. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വാഴ കൃഷി എന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ കൂടുതൽ വെക്കുന്നത് സ്വർണ്ണമുഖിയാണ്. പിന്നെ കിൻഡിൽ വാഴ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് വാഴകൾ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് വരുമാനമാണ് കിട്ടുക. പിന്നെ അത് നമ്മൾ വെക്കണ പോലെ ഇരിക്കും. ഓരോ സെക്ഷൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ 2 മാസം ഗ്യാപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വരുമാനം എടുക്കാം. എത്ര ഇപ്പൊ ഒരു വർഷത്തിലാണ് കണക്ക് അല്ലെ? ഒരു വർഷത്തിൽ എത്ര ടേൺ ഓവർ, എത്ര ക്യാഷ് വരുമാനം നമ്മൾക്ക് കിട്ടും? നമുക്ക് ഇപ്പൊ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല, എന്നാലും സുമാറ് എല്ലാറ്റിൽ നിന്നും ചെലവ് കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു 10-75,000 രൂപയുടെ മേലെ. കേട്ടല്ലോ, 75,000 രൂപയുടെ മേലെ വരുമാനം ഉണ്ട് ഇതിന്റെ എല്ലാ ചെലവുകളും കഴിച്ചിട്ട് കേട്ടോ. ലേബർ കോസ്റ്റ് പണിക്കാരൊന്നും പണിക്കാരധികം ഇല്ല, നമ്മൾ തന്നെയാണ്. പിന്നെ കുറവാണ്. ഈ ഏരിയ ഒക്കെ എടുക്കുന്നത് ടില്ലർ കൊണ്ടാണ്, അത് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പൊ പൂട്ടാൻ മാത്രം ചിലപ്പോ ഒഴിവില്ലാന്നുണ്ടെങ്കിൽ ട്രാക്ടർ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ടില്ലർ കൊണ്ട് തന്നെ പൂട്ടിയിട്ട് നമ്മൾ തന്നെ ഏരിയ എടുക്കുക. പിന്നെ മണ്ണ് ഇടാന് പറ്റിയെന്നുണ്ടെങ്കിൽ അവര് വിളിക്കും, അല്ലെങ്കിൽ മഴ കുറവാന്നുണ്ടെങ്കിൽ ടില്ലർ കൊണ്ട് തന്നെ മണ്ണ് കയറ്റും, അല്ലെങ്കിൽ അവര് വിളിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ പറിക്കാൻ മാത്രമാണ് ആളെ വിളിക്കാറുള്ളൂ. ഈ ഒരു തോട്ടം കണ്ടല്ലോ, ആരോ റൂട്ടാണ് പ്രധാനമായിട്ടും കൂടുതൽ നിരന്ന് നിൽക്കുന്ന ആരോ റൂട്ടാണ്. പല സ്ഥലത്തും ഞാൻ അത് ശ്രദ്ധിച്ചായിരുന്നു, ഒത്തിരി ഉണ്ട്, കുറച്ചൊന്നല്ല, പറയാൻ പറ്റില്ല, അത്രയ്ക്കധികം ഉണ്ട്. ഇതിനിടയില് കൊള്ളി നട്ടിട്ടുണ്ട്, ഈ കൊള്ളിയുടെ അരിക്കും ആരോ റൂട്ട് ഉണ്ട്. പിന്നെ ഈ പടർന്നു നിൽക്കുന്നത് നമ്മുടെ ധൃതരാഷ്ട്ര പച്ചയൊന്നല്ല കേട്ടോ, ഇത് പൊടിക്കിഴങ്ങാണ്. അത് പടർത്തി വിട്ടിരിക്കുന്നത് കൊള്ളിയുടെ മേലാണോ പടർത്തി വിട്ടില്ല? പന്തല് പോലെ കമ്പി വെച്ചിട്ട് ഇതിനൊരു പന്തല് പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഈ പൊടിക്കിഴങ്ങ് നിറയെ പടർന്നു നിൽക്കുന്നത്. കണ്ടില്ലേ? ഞാൻ ആദ്യം വിചാരിച്ചു ഇതെന്തോ ചെടികളെ നമ്മുടെ ധൃതരാഷ്ട്ര പച്ച വന്ന് ഞെരിച്ച് കൊന്നിരിക്കുകയാണെന്ന് വിചാരിച്ചത്. പക്ഷെ അതല്ല, പൊടിക്കിഴങ്ങ് പടർന്നു നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഓക്കെ, വേറൊരു സെക്ഷൻ ആരോ റൂട്ട്. നമ്മൾ വന്ന വശം തന്നെ ഇൻട്രോ പറയുന്ന സമയത്ത് ഒരു പോർഷനിലാണ് നമ്മൾ ഇതുപോലെ ആരോ റൂട്ട് കണ്ടിട്ടുള്ളത്. അതപ്പോ അതിന് ശേഷം ഇവിടെ നിൽക്കുന്നു, നിരന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് ചോദിക്കാം ഇതിന്റെ വിശദ വിവരങ്ങളൊക്കെ അദ്ദേഹത്തോട്. എത്ര ഏരിയ സ്ഥലത്താണ് ഈ ആരോ റൂട്ട് കൃഷി ചെയ്തിട്ടുള്ളത്? ഇപ്പൊ കണ്ടത് ഏകദേശം ഒരു 1.5 ഏക്കറോളം ഇതിപ്പോ ചെയ്തിട്ടുണ്ട്. മൊത്തം നമുക്ക് 2.5 ഏക്കറോളം ആരോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര കൂവപ്പൊടി എത്ര കിട്ടും ഒരു വർഷം? അതായത് ഇത് നമ്മൾ പൊടി ആക്കിയിട്ടില്ല, പക്ഷെ നമ്മൾ കൂവ പറിച്ചു കൊടുക്കുമ്പോ കഴിഞ്ഞ പ്രാവശ്യം 1 ഏക്കർ അതിന്റെ അടുത്താണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് എനിക്ക് 2-3 ടണ്ണോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് കൂവ. അത് ഇവിടെ കൂടുതലും പന്നിയുടെ ശല്യം ഉണ്ടായിരുന്നു, മുള്ളന്റെ ശല്യം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി സോളാർ ഫെൻസിങ് ഇട്ടതിന്റെ ശേഷം ഇക്കൊല്ലം അത് വന്നിട്ടില്ല. അത് കാരണം എനിക്ക് ഇതിൽ ഏകദേശം ഒരു 6-7 ടണ്ണോളം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പൊ ഒരു നല്ല വരുമാനം തന്നെയാണ് ഈ ആരോ റൂട്ട്. മുതൽ മുടക്കില്ല, നമുക്ക് ചെലവും കുറവാണ്. പക്ഷെ ഈ കാട്ടുമൃഗങ്ങളുള്ള സ്ഥലത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ
ഒരു പാവപ്പെട്ടവനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃഷിക്കാരെ അവർക്ക് ഈ സോളാർ പാനൽസിലിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ആ സ്ഥാനത്ത് ഈ കൃഷിഭവൻ മുഖേന നമുക്ക് സോളാർ പാനൽസ് സബ്സിഡി ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടണില്ല. എന്റെ കൃഷിയൊക്കെ ഈ ആരോ റൂട്ടൊക്കെ തിന്ന് പോയി പന്നി. അതെ, പിന്നെ അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സോളാർ പാനൽസ് ഇടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം. ഇതുവരെ ഈ തോട്ടത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടില്ല. ഇതിന് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഈ ഒരു ഏക്കറിൽ എനിക്ക് ഏകദേശം ഒരു 800 കിലോനോളം കിട്ടിയിട്ടുള്ളൂ. അതുവരെ പന്നിയും മുള്ളന് ഇതെല്ലാം വന്ന് നശിപ്പിച്ചു കൊണ്ടുപോയി ചെയ്തു. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ കൃഷിഭവനം ഒക്കെ ഇതുപോലെ പന്നിയെ പിടിക്കാനായിട്ട് എന്തെങ്കിലും സബ്സിഡി ഒക്കെ ഇതിന് തന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന് നോക്കാം. വിശാലമായിട്ട് നിൽക്കുന്ന മഞ്ഞൾ തോട്ടാണ് കാണുന്നത്. മഞ്ഞളൊക്കെ പറിക്കേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പറിക്കാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇലയൊക്കെ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്നത്. കുറെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. ചേനയാണ് നിൽക്കുന്നത്. ചേന പറിക്കേണ്ട സമയമായി. അപ്പൊ വാഴ നട്ടിട്ട് വാഴയുടെ ഇടയിലൊക്കെ ഇങ്ങനെ ചേന നട്ടിരിക്കുകയാണ് ഇവിടെ. മൊത്തത്തില് ഇതാ കുറെ ഉണ്ട് കേട്ടോ. വാഴ നേന്ത്രനല്ലേ ഇത് നേന്ത്രവാഴയാണ്. അത് സ്വർണ്ണമുഖി എന്ന് പറയും. ചിലത് കൊല വെട്ടാറായിട്ടുണ്ട്, ചിലത് കൊലക്കുന്നുണ്ട്. എല്ലാം ഇത് ഒറ്റ വാഴയായിട്ടാണ് ഞാൻ വെച്ചത്. അപ്പൊ ഇനി അടുത്ത കൃഷി ചെയ്യാൻ പോണത്, പരീക്ഷണം ചെയ്യാൻ പോണതിന് ഡബിൾ വാഴയായിട്ടാണ് വെക്കുന്നത്. നേരത്തെ കണ്ടതാണ്. അത് കൊലച്ചായി നിൽക്കുന്നുണ്ട്. അപ്പൊ അതില് നോക്കുമ്പോ നമുക്ക് ഈ ഒറ്റ വാഴ വെക്കണതിനും നമുക്ക് ലാഭം എനിക്ക് തോന്നുന്നത് ഡബിൾ വാഴ വെക്കണതാണ്. അത് ഇതിന് കൊടുക്കുന്ന ഒരേ വളം തന്നെ അതിന് മതി. രണ്ട് കിട്ടും. അതാണ് ഗുണം. ആവശ്യമായിട്ടുള്ള ഓർഗാനിക് വളങ്ങളാണ് ഇതൊക്കെ. ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റില്ല. ശരി, ആയിക്കോട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന വളമാണ് അഗ്രോ ബൂസ്റ്റർ എന്ന് പറയും. ഇത് നമ്മൾ മണ്ണിന്റെ pH കറക്റ്റ് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അടി സംബന്ധമായ ഒരുപാട് കേടുകൾക്ക് നമ്മൾ ഇത് ഗുണം ചെയ്യുന്നതാണ്. അഗ്രോ ബൂസ്റ്റർ കണ്ടല്ലോ, അഗ്രോ ബൂസ്റ്റർ മണ്ണിൽ കൂടി പകരുന്ന അസുഖങ്ങളെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണത് അല്ലേ? ഇത് ഈ 1 കിലോന് 1/2 ഏക്കറിലേക്കുള്ളതാണ്. നമുക്ക് ഇതിന്റെ വില കുറവാണ്, നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലാണ്. ഇത് 200 ലിറ്റർ വെള്ളത്തിലേക്ക് 200 ഗ്രാം മതി. അത് 2 കപ്പ് വേറെ വാഴയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നമുക്ക് അധികം ചെലവ് വരുന്നില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് വളം കുറവ് മതി. നമ്മൾ ഇംഗ്ലീഷ് വളം ഉപയോഗിക്കണില്ല, പക്ഷെ ഇംഗ്ലീഷ് വളം ഉപയോഗിക്കുന്ന മണ്ണിൽ ഇംഗ്ലീഷ് വളത്തിനെ കുറച്ച് കൊണ്ടുവരാന്നാണ് ഇതിന്റെ ഇത്. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ മതിയാവും. പക്ഷെ ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കേടുകൾക്ക് ഗുണം ചെയ്യുന്നതാണ്. രണ്ടാമത് ഇതിനോടൊപ്പം ചെയ്യുന്ന ഇതിനാണ് അഗ്രോ എൻസൈമൻ എന്ന് പറയുന്നത്. അഗ്രോ എൻസൈൻമെന്റ് ഇതിന്റെ ഗുണം എന്താ? ഇത് അതേപോലെ ഈ കേട് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളങ്ങളാണ്. ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നതാണ്. ഇത് കടക്കൽക്ക് ഈ 4 വളങ്ങളും നമ്മൾ അടിയിലാണ് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്നതിനൊപ്പം തന്നെ 3 ഇല പ്രായം വന്നു കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഓർഗാനിക് വളങ്ങൾ പിന്നെ അടിയിൽ കൊടുക്കണില്ല, എല്ലാം ഇലയിൽ കൂടെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പണി ലാഭം തന്നെയാണ്. ഫ്ലവർ ബൂൺ അതായത് നമ്മൾ വാഴയുടെ മേലേക്ക് അടിച്ചു കഴിഞ്ഞാൽ വാഴക്ക് ഗ്രോത്തും കിട്ടും, കൊലക്ക് പടലയുടെ എണ്ണം കൂടും ചെയ്യുന്നാണ് പറയുന്നത്. ഇത് വാഴയ്ക്ക് മാത്രമാണോ? വാഴ എല്ലാം ഇതിനും പച്ചക്കറിക്കാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഈ ഫ്ലവർ ബൂൺ എന്ന് പറഞ്ഞത് പൂക്കൾ അതിന് ഉപയോഗിക്കുന്ന മെയിൻ സാധനങ്ങളാണ്. ഇത് വാഴ, കഴുങ്ങ് എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് കേടുകൾക്കും ഉത്തമമാണ് ഈ ഫ്ലവർ ബൂൺ. അതിൽ കൂടെ ഉപയോഗിക്കുന്ന ഇതാണ് അഗ്രോ 8+ എന്ന് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ അടിക്കുന്ന മരുന്ന് പെട്ടെന്ന് ഉള്ളിലേക്ക് ഏൽക്കാൻ ഉപയോഗിക്കുന്ന ഇതാണ് അഗ്രോ 80+ എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാ? അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് പെട്ടെന്ന് വാഴക്കൊക്കെ അടിക്കുമ്പോൾ ഇലയിലാണ് കൊടുക്കുന്നത്. അത് ഉള്ളിലേക്ക് പെട്ടെന്ന് വലിക്കാൻ ഒരു ശക്തി കൊടുക്കുന്നതാണ് ഈ മരുന്നിന്റെ കഴിവ്. ഇതെല്ലാം ഓർഗാനിക്കാണ്. ഈ വളങ്ങളാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ്. ഞാൻ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ, അതായത് നമ്മുടെ ഈ ഭാഗത്തേക്ക് നമ്മളെ കൊണ്ട് നേരിട്ട് ഇറക്കാനാണ് പറയണത്. ഇനി അവര് പറയണത് ഞങ്ങളെ കൊണ്ട്
വാങ്ങണേറ്റും ഭേദം നീ പൈസ അടച്ചിട്ട് നേരെ കമ്പനിയിൽ നിന്ന് വരുത്തിക്കുക, നിനക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഞാൻ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ആവാനും കൂടി ശ്രമിക്കുകയാണ്. അതായത് നമ്മൾ നേരിട്ട് ഇറക്കാൻ വേണം. അതായത് നമുക്ക് എന്തായാലും ഇത് വേണം. അതെ, അതായത് എവിടെ ഇത് കിട്ടാൻ വഴിയില്ല. അപ്പൊ നമ്മള് ഇതിപ്പോ കട്ടപ്പനയിൽ നിന്നാണ് നമ്മളിത് വരുത്തിക്കണത്. അവിടെ ഒരു ഏജന്റ് ഉണ്ട്. അവിടെ തന്നെയാണ് അവര് കൂടുതലും ഏലം, കയ്പ, കുമ്പളം, വെള്ളരി ഇതൊക്കെയാണ് അവിടെ ചെയ്യണത്. അപ്പൊ അവരാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടെയാണ്. നമ്മുടെ ഇവിടേക്ക് വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടുള്ള പാലക്കാട് ജില്ലയിൽ കുഴൽമന്ദം എന്ന സ്ഥലത്താണ്. അപ്പൊ അവരും പറഞ്ഞത് നമുക്ക് നേരിട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മെച്ചം എന്ന് പറഞ്ഞു. അപ്പൊ അതില് നമുക്ക് മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം. അതാണ് ഞാൻ ഫസ്റ്റ് 2 വർഷം നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഫലം എന്താണ് അറിഞ്ഞതിന്റെ ശേഷമാണ് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഇത് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് 3 അടങ്ങിയിട്ടുള്ള ഓർഗാനിക് വളമാണിത്. ഇതും കൂടി കൊടുക്കുന്നുണ്ട്. ടീസ്പൂണ് കടക്കിൽ ഇപ്പൊ പച്ചക്കറി ആണെങ്കിൽ അധികവും ഇപ്പോ ജൈവ കർഷകരാണ്. അപ്പൊ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാലോ. അതായത് 200 ലിറ്റർ വെള്ളത്തിലേക്ക് 125 ഗ്രാം മതി. 200 ലിറ്റർ ക്വാണ്ടിറ്റി. 200 ലിറ്റർ വെള്ളത്തിലേക്ക് 125 ഗ്രാമാണ് നമുക്ക് ഇത് ആവശ്യം വരുന്നുള്ളൂ. ആഴ്ചയിലാണോ മാസത്തിലാണോ എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്? അത് നമ്മൾ ഓരോ ചെടികൾക്ക് അനുസരിച്ചിരിക്കും. പച്ചക്കറിക്ക് ആവുമ്പോൾ 2 ആഴ്ചയിൽ ചെയ്യണതുണ്ട്, വാഴക്ക് മാസത്തിൽ ചെയ്യണതുണ്ട്. അതേപോലെ വെള്ളരി, കുമ്പളം അതിനൊക്കെ 4 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറിക്കുന്നതിന്റെ തോതിനനുസരിച്ചിരിക്കും നമ്മൾ വളം ചെയ്യല്. അപ്പൊ അതിനനുസരിച്ച് ഇത് നമുക്ക് ഏറ്റവും ലാഭമാണ്. കാരണം 200 ലിറ്റർ വെള്ളത്തിലേക്ക് 125 ഗ്രാം മതി. ഒഴിച്ചു കൊടുക്കണം. നമ്മള് ഇട്ട് കൊടുക്കണായിട്ട് ഏറ്റവും ബദല് വെള്ളത്തിൽ ലയിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണമെന്ന് ഏറ്റവും ഗുണം ചെയ്യണത്. അതെ, നമ്മുടെ കൃഷിയുടെ സംശയങ്ങൾക്കായാലും ഇപ്പൊ ഈ കാണിച്ചുള്ള വളങ്ങളുടെ സംശയങ്ങൾ ഒത്തിരി പേർക്ക് ഇതൊക്കെ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടാവും ഈ വളങ്ങളൊക്കെ. കാരണം അധികം പണച്ചെലവില്ല. ഒരു പ്രാവശ്യം എല്ലാം വാങ്ങി വെച്ചാലാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തോളം അതിനപ്പുറം യൂസ് ചെയ്യാം കുറച്ച് സ്ഥലമുള്ളവർക്ക്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി ചിലപ്പോ പലരും നമ്മുടെ വീഡിയോ കണ്ട് താങ്കളെ വിളിക്കും. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ അതുപോലെ തന്നെ ഈ ക്രീമിന്റെ കാര്യമായാലും തേനീച്ച കൃഷിയുടെ സംശയങ്ങൾക്കായാലും എല്ലാം പ്രേക്ഷകർ ചിലപ്പോ ഒന്ന് വിളിക്കായിരുന്നു എന്ന് തോന്നി അവർ വിളിക്കും. അപ്പൊ നമ്പർ ഒന്ന് പറയാവോ? പറയാലോ. 75 60 94 81 54. ഒന്നും കൂടി പറഞ്ഞേ. 75 60 94 81 54. ഓക്കെ, താങ്ക് യു. ഇത് മുഴുവനും 6 മാസ കപ്പയാണ്. 6 മാസം ഫുള്ള് നിൽക്കുന്നത് 6 മാസം കപ്പയാണ്. നല്ല സുഖം ഉണ്ട് ഇതിനകത്ത് നിൽക്കുമ്പോ. ഇതിന്റെ അടുത്ത് പോരാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് നല്ല ഭംഗി. അത് കൃഷിസ്ഥലം എനിക്ക് കണ്ടതിൽ വെച്ചേ വളരെ നീറ്റായിട്ട് കിടക്കുന്നുണ്ട് കൃഷിസ്ഥലം. അങ്ങനെ കച്ചറകളൊന്നും ഇതിലില്ല. അതിൻ്റെ ഉള്ളിൽ ഓരോ സാധനങ്ങളായിട്ട് അങ്ങനെ കിടക്കുന്നില്ല. വളരെ നീറ്റായിട്ട് തന്നെ. അതെന്റെ കീടങ്ങളെ കുറവായിരിക്കും. ഈ ആവുന്നത് പുല്ല് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ കിഴങ്ങ് വർഗത്തിന് ശല്യം കൂടുതൽ എലികളാണ്. അപ്പൊ ആവുന്നതും പുല്ല് വരാതെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് ഇല്ലാണ്ടാവും ചെയ്യും. ഈ മറ്റേ എലികളിൽ നിന്നുള്ള ശല്യങ്ങൾ കുറയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ട് ആരോ റൂട്ട് നമുക്ക് എന്താ നോക്കിയാലൊന്നും ഒരു അറ്റമില്ല, അത്രയ്ക്ക് അധികമാണ് ആരോ റൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ പറിച്ചെടുക്കണം, വിൽക്കണം. ഒരു വരുമാനം കേട്ടല്ലോ, നമ്മളുടെ കണ്ണ് തള്ളിപ്പോവും. അത്ര മാത്രമാണ് വരുമാനം. പണിയെടുത്തിട്ടാണ് കേട്ടോ, മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞ് എടുക്കുന്ന ഒരു കർഷകനാണ് ഇദ്ദേഹം. വൈഫും 2 പേരും കൃഷിയെ മാത്രം സ്നേഹിച്ചുകൊണ്ട്, കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് മക്കളെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്താക്കി ഇവിടെ വന്ന് ഈ തോട്ടത്തിൽ പണിയെടുത്ത് നല്ല വരുമാനം കിട്ടുന്നു. മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്നു. കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ജൈവ കൃഷിയാണ്. അതിൽ കൂടുതലും കോഴിക്കാട്ടും മെയിനായിട്ട് ചാണകമാണ് മെയിൻ ചെയ്യുന്നത്. പിന്നെ കയ്പ കമ്പനിക്കാരുടെ ഒരു ഓർഗാനിക് വളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നല്ല ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. അത് ഇത് മറ്റേ ഇംഗ്ലീഷ് വളം ചെയ്ത മണ്ണായിരുന്നു. ഇനി നമ്മൾ ജൈവ കൃഷിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കയ്പ കമ്പനിക്കാരുടെ ഓർഗാനിക് വളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഈ മണ്ണിനെ 2 വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് ജൈവ കൃഷിയാക്കാനുള്ള ഒരു ഇതും കൂടിയാണ് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോ കുറച്ച് ക്വാണ്ടിറ്റി കുറയും. ആദ്യം കുറച്ച് 2-3 വർഷമൊക്കെ ഇത്തിരി പ്രയാസം ഉണ്ടെങ്കിലും പിന്നീട് ആ മണ്ണിനെ ഫലഭൂഷ്ടിയുള്ളതാക്കി എടുക്കാൻ കഴിയും. അതാണ് ഈ രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ മണ്ണ് കേടായി പോകുന്നു. ആ മണ്ണിനെ നമുക്ക് എന്താ പറയാ നല്ല രീതിയിൽ
കൊണ്ടുവരാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ അതിജീവിച്ചു കൊണ്ട് ഇപ്പൊ പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്ത് ഈ മണ്ണിനെ പൊന്നാക്കി മാറ്റുകയാണ് ഇവര് ഭാര്യയും ഭർത്താവും. ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 വർഷം കഴിയേണ്ടി വരും. അവർ പറഞ്ഞത് ജൈവ മരുന്ന് ഉപയോഗിച്ചാലും ഈ മറ്റേ ഇംഗ്ലീഷ് വളം ഉപയോഗിക്കുന്ന മണ്ണിൽ നിന്ന് പെട്ടെന്ന് ഇംഗ്ലീഷ് വളം ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഒരു ചാക്ക് ഉപയോഗിക്കുന്നിടത്ത് ജൈവ കൃഷിയിലത്തെ വളം ഉപയോഗിക്കുമ്പോൾ 1/2 ചാക്കാക്കുക. പിറ്റത്തെ നമ്മൾ വളം ചെയ്യുന്ന സമയത്ത് ആ 1/2 ചാക്ക് എന്നുള്ളത് 1/4 ചാക്കാക്കുക. അങ്ങനെ നമ്മൾ സെക്ഷനായിട്ട് 1 കൊല്ലം 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അത് കുറച്ച് കൊടുന്ന് മണ്ണിനെ നമ്മൾ ഫലപുഷ്ടിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് വളം തൊടാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഷംസുദ്ദീൻ എന്ന കർഷകനും അദ്ദേഹത്തിന്റെ വൈഫും രാപ്പകലില്ലാതെ അധ്വാനിച്ച് നല്ല വിളവ് ലഭിക്കും, നല്ല ഉൽപാദനം പ്രൊഡക്ഷൻ നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് മികച്ച വരുമാനം, ലക്ഷങ്ങളുടെ ടേൺ ഓവർ ആണ് ഇവർക്ക് ലഭിക്കുന്നത്. അത് കൃഷി ചെയ്തിട്ട് തന്നെയാണ്. മണ്ണറിഞ്ഞ് കൃഷി ചെയ്താൽ നമ്മളെ വെറുതെ വിടില്ല. മണ്ണ് നമുക്ക് ഒരു കരുത്ത് തന്നെയാണ്. അപ്പൊ അതിന് ഉത്തമ ഉദാഹരണമാണ് ഇവർ രണ്ടുപേരും. അപ്പൊ നല്ല രീതിയിൽ കൃഷി ചെയ്തു, നല്ലൊരു തോട്ടം. അത് ഒരുപാടുണ്ട്, 2-3 വീഡിയോയിലേക്കുള്ള കണ്ടന്റ് ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല. അപ്പോൾ കുറച്ച് മാത്രം ഒരു വീഡിയോയിൽ ഒതുക്കാവുന്നത് മാത്രമേ ഞാൻ എടുത്ത് പോകുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ക്രീമിന്റെ കാര്യമൊക്കെ ബെസ്റ്റ് ക്രീമാണ് ഇവിടുത്തെ മറ്റേ കുടുംബശ്രീക്കാരൊക്കെ എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ആ ക്രീമും ഉയർന്നു വരികയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അവന് കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.